അത് പാർട്ടിയുടെ കഴിവുകേടാണ്. കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചോദിക്കാൻ ഒരർഹതയില്ല. കാരണം കഷ്ടപ്പെട്ടവർ പിന്നെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല എന്താണ് ഈ പ്രഖ്യാപനം നടത്താത്തത്? എനിക്കല്ല, പക്ഷേ അദ്ദേഹം സീനിയറാണ്, പരിചയമുള്ള ആളാണ്, അദ്ദേഹം ആവുന്നതാണ് നല്ലത്. വി ഡി സതീശൻ ആവണമാണ് ആഗ്രഹം. എന്തുകൊണ്ട് ഇത്രയും പിന്നെ താമസിക്കുന്നത്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ഇത്രയും ഇലക്ഷൻ്റെ പ്രചാരണത്തിലെല്ലാം വി ഡി സതീശൻ ആവണം തന്നെയായിരുന്നല്ലോ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പം പെട്ടെന്ന് UDF ജയിക്കുമെന്ന് എല്ലാവർക്കും ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റുന്നു? നമസ്കാരം. കേരളം ഉൾപ്പെടെ 5ഓളം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഏതാണ്ട് 4 ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി ആരാണെന്നുള്ള പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല. ഇന്ന് പശ്ചിമ ബംഗാൾ 200-ലധികം സീറ്റ് നേടി BJP സർക്കാർ അധികാരമേൽക്കുകയാണ്. അതേപോലെ തന്നെ ആസാം ആവട്ടെ, മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പ്രഖ്യാപനം കഴിഞ്ഞു. തമിഴ്നാട്ടിലും തമിഴ്നാട്ടിൽ അവിടെ ഭൂരിപക്ഷം ഇല്ലാത്തതിൻ്റെ പേരിലുള്ള ഓട്ടമാണ്. അതും ഇന്നത്തോടുകൂടി പക്ഷേ മുഖ്യമന്ത്രി വിജയി ആകുമെന്നുള്ള തീരുമാനം ഏകദേശം വന്നു കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ ഭരണത്തിൽ ഏറാൻ വേണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി ഡി സതീശനും സീനിയോറിറ്റി പറഞ്ഞുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയും അതേപോലെ കേരളത്തിൽ നിന്ന് പോയിട്ട് ദേശീയ തലത്തിലുള്ള സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലും ഇവരാണ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിലെ അവരുടെ ഹൈക്കമാൻഡിന് നേതൃത്വമുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലുള്ള ജനങ്ങൾക്കറിയാം ഇത് ശരിയായ നടപടിയല്ല. ഇത്രയും 24 മണിക്കൂറുകൾ മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇലക്ഷനെ നേരിടുകയും ആ വൻപിച്ച ഒരു വിജയം കൈവരിക്കുകയും ചെയ്ത വോട്ട് ചെയ്ത ജനങ്ങളെ മണ്ടന്മാരും വിഡ്ഢികളുമാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപനം നടത്തി ഇന്ന് സത്യപ്രതിജ്ഞ നടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ഇത് മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയാണ്. എന്തായാലും ഇന്നോ നാളെയോ എപ്പോഴാണെങ്കിലും അവരുടെ സംഘടനാ സംവിധാനം വെച്ച് പ്രഖ്യാപിക്കട്ടെ. പക്ഷേ ജനങ്ങൾക്ക് തീരുമാനമുണ്ട്. പലരും അവരുടെ MLA-മാരായിട്ട് ജയിച്ചു വന്ന ആരെങ്കിലും മുഖ്യമന്ത്രി ആകണം, അല്ലാതെ MP സ്ഥാനത്തിരിക്കുന്നവർ രാജിവെച്ച് മുഖ്യമന്ത്രി പദത്തിലേറുകയും പിന്നീട് അവിടെ ഇലക്ഷൻ നടക്കുകയും പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് അടക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ആര് തന്നെയായാലും MLA ആയിട്ട് ജയിച്ചു വന്നവരാരെങ്കിലും ഉടൻ തന്നെ അത് പ്രഖ്യാപിക്കേണ്ടതാണ്. ജനങ്ങൾ ഇത്രയും ഭൂരിപക്ഷം കൊടുത്ത് ഇത്രയും വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതാണ് ജനങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇലക്ഷൻ കഴിഞ്ഞ് ഏതാണ്ട് 4 ദിവസത്തോളമായി റിസൾട്ട് വന്നതിന് ശേഷം കേരള മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാവോ? രമേശ് ചെന്നിത്തല എന്താണ് ഈ പ്രഖ്യാപനം നടത്താത്തത്? എനിക്കല്ല, പക്ഷേ അദ്ദേഹം സീനിയറാണ്, പരിചയമുള്ള ആളാണ്, അദ്ദേഹം ആവുന്നതാണ് നല്ലത്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പ്രകടനം നടത്തുകയും ഇലക്ഷന് മുൻപന്തി നയിച്ചതും വി ഡി സതീശനാണ്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അങ്ങനെ 3 പേരുകളാണ് വന്നിരിക്കുന്നത്. KC വേണുഗോപാൽ MLA അല്ലല്ലോ, മീൻസ് ഇലക്ടഡ് ആളല്ലേ, ഇത് MP അല്ലേ? അതെ. അദ്ദേഹം എങ്ങനെ ആവുന്നത്? അല്ല, നിയമപരമായിട്ട് ബുദ്ധിമുട്ടില്ല അദ്ദേഹത്തിനാകാം. പക്ഷേ ജനങ്ങളുടെ വേളി ബാധ്യതകൾ വരുത്തില്ലയോ? MP സ്ഥാനം രാജിവെക്കണം, അത് തന്നെ പിന്നെ MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടണം. അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ അത്തരം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും. അത് കുറേയൊക്കെ കാണാം. അദ്ദേഹം ചിലപ്പോൾ അവിടെ ചിലപ്പോൾ BJP ജയിക്കും. അപ്പോൾ അതുകൊണ്ട് അല്ല, മുൻകാലങ്ങളിൽ വൈദ്യുതി മന്ത്രിയായിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് വൈദ്യുതി മന്ത്രിയായിട്ടിരുന്ന K മുരളീധരൻ അദ്ദേഹം പോയി ഇബ്രാഹിംകുട്ടി മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റ് മത്സരിച്ചിട്ട് അദ്ദേഹം പരാജയപ്പെട്ടു. 6 മാസം കഴിഞ്ഞ് രാജിവെക്കേണ്ടി വന്നു. അതിവിടെ സംഭവിക്കുക. അപ്പോൾ മലയാളികൾ പ്രബുദ്ധരല്ലേ? അതെ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം പശ്ചിമ ബംഗാളിൽ 203 സീറ്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഏതാണ്ട് 21ഓളം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് അവിടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. അതെ. അപ്പോൾ ഇത്രയും ദിവസം 24 മണിക്കൂർ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇലക്ഷൻ നേരിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു? ആവശ്യമുണ്ടില്ല, നേരത്തെ തീരുമാനിക്കണമെന്ന്. അവർക്ക് നേരത്തെ അറിയാമല്ലോ 100 സീറ്റ് കിട്ടുമെന്ന്. അന്നേ ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്ന്. അപ്പം നമ്മുടെ മലയാളികളുടെ മുമ്പിൽ ഒരു വിഡ്ഢിവേഷം നമ്മളെ വിഡ്ഢികളാക്കുമെന്നുള്ള അതൊന്നും എനിക്ക് രാഷ്ട്രീയമായിട്ട് എനിക്കൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം. അദ്ദേഹം സീനിയറാണ്, അദ്ദേഹം പരിചയമുണ്ട്, അദ്ദേഹം ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ വി ഡി സതീശനാവും, ആരും ആയ കുഴപ്പമില്ല. പക്ഷേ ഈ ആരായാലും ഇങ്ങനെ ഒരു നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അത് ഉടനെ തന്നെ പ്രഖ്യാപനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല പ്രതീക്ഷ. കേരളത്തിലിപ്പോൾ മുഖ്യമന്ത്രി ഇല്ല.
അപ്പോൾ എന്താണ് ഇപ്പോൾ 3 പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് ഇത്ര താമസം? ഇന്നിപ്പം പശ്ചിമ ബംഗാളിൽ ഇന്ന് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുക. 102 സീറ്റുകളിൽ അവർക്ക് ഐക്യമില്ല. അത് തന്നെ എൻ്റെ കാര്യം. മുൻകാലങ്ങളിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നവരാണല്ലോ മുഖ്യമന്ത്രി ആവുന്നത്. അതെ. ഇപ്പം എന്താണ് ഈ വഴിനീളെ 3 പേരെ ഫ്ലക്സ് വെക്കുന്നു? കൊല്ലത്ത് തന്നെ രമേശ് ചെന്നിത്തല, അതേപോലെ വി ഡി സതീശൻ, അതേ കണക്ക് കെ സി വേണുഗോപാലിൻ്റെ ഒക്കെ വരുന്നു. അപ്പോൾ ഈ കെ സി വേണുഗോപാൽ ഇനി ഈ മുഖ്യമന്ത്രി ആയാൽ ഇനി മത്സരിക്കണം. വീണ്ടും ചെലവാണ്. ഇനി MP സ്ഥാനം രാജിവെക്കണം. അവിടെ തെരഞ്ഞെടുപ്പില്ലേ? 2 തെരഞ്ഞെടുപ്പ് വേണം. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ മലയാളികൾക്കൊന്നും അറിയത്തില്ലേ? മലയാളികൾ മനസ്സിലാവും. അന്ന് അവർ അതിന് പണി കൊടുക്കും. അപ്പോൾ കൊടുത്ത പണി അന്ന് കൊടുക്കും. അത് ശരി. അപ്പോൾ ഈ ഇത്തരം ചർച്ചയുടെയൊക്കെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അപ്പോൾ ഈ ജനങ്ങൾ അവർക്ക് എങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം. ഇടതുപക്ഷം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കുറേ സീറ്റുകൾ പിടിച്ചു. പക്ഷേ ഇടതുപക്ഷം നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇവർ ഒരു കാരണവശാലും 1 കൊല്ലം 1.5 കൊല്ലം അല്ലാതെ ഈ ഗവൺമെൻറ് പോകത്തുമില്ല. കെ സി വേണുഗോപാൽ എന്നാൽ 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം അല്ലാതെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ അതാണ് അഭിപ്രായം. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വി ഡി സതീശൻ ആവണമാണ് ആഗ്രഹം. എന്തുകൊണ്ട് ഇത്രയും പിന്നെ താമസിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും ഇലക്ഷൻ്റെ പ്രചാരണത്തിലെല്ലാം വി ഡി സതീശൻ ആവണം തന്നെയായിരുന്നല്ലോ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പം പെട്ടെന്ന് UDF ജയിക്കുമെന്ന് എല്ലാവർക്കും ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റുന്നു? കെ സി വേണുഗോപാലിനെ അറിയാം. അദ്ദേഹം MP അല്ലേ? അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിൽ MP സ്ഥാനം രാജിവെക്കണ്ടേ? അതിനെപ്പറ്റി എനിക്ക് വലിയ MP സ്ഥാനം രാജിവെക്കണം. പിന്നീട് അവിടെ ഇലക്ഷൻ വരും. ഇനി അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം. അങ്ങനെ 2-3 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ സാധാരണ പ്രതിപക്ഷ നേതാവായിട്ടുള്ളവരാണ് മുഖ്യമന്ത്രി ആവുന്നത്. അപ്പോൾ ഈ ചർച്ചയൊക്കെ നടക്കുന്നതിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് എന്താണ് അഭിപ്രായം? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെയൊക്കെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ തന്നെ ആവണമെന്നാ. അതിനൊരു മാറ്റം വരാതെ അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി ആക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വോട്ട് ചെയ്യാൻ പോയായിരുന്നോ? ഇല്ല, വോട്ടർ ലിസ്റ്റിൽ പേരില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഉത്തരവാദിത്വബോധമായിട്ട് പ്രതികരിക്കുമ്പോൾ നമ്മൾ പശ്ചിമ ബംഗാളിലൊക്കെ 90% മേളിലാണ് വോട്ട്. അവരെല്ലാം ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരെല്ലാം ഇപ്പോൾ ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അവർ വോട്ടിന് അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നു. നമ്മളാണ് പ്രാധാന്യം കൽപ്പിക്കാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യും. അതിന് വേണ്ടുന്ന വോട്ടേഴ്സിൽ പേരുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ ശ്രമം നടത്തണം കേട്ടോ. കേസാണ് ഇപ്പോൾ ഇത്രയും താമസം വരുന്നത് കേരളത്തിലൊരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ? അത് പാർട്ടിയുടെ കഴിവുകേടാണ്. കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചോദിക്കാൻ ഒരർഹതയില്ല. കാരണം കഷ്ടപ്പെട്ടവർ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയാണ്. ഇതിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങളെ വെഡ്ഡികളാക്കുന്ന പരിപാടിയാണ് ഇത്. കാരണം വി ഡി സതീശനാണ് മുഖ്യമന്ത്രി ആവേണ്ടുന്ന വ്യക്തി അദ്ദേഹമാണ്. കാരണം പ്രതിപക്ഷ നേതാവായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹൻ അയാളാണ്. ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തന്നെ ഇതിനു മുമ്പേ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. അതാണ്. അപ്പോൾ ഇന്ന് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ നടക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ കേരളത്തിന് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കാത്ത വിജയമാണ് കിട്ടിയത്. ഇതിനു മുന്നേ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ ഇവിടെ നടക്കേണ്ടതാണ് ഇന്ന്. അതെ. അപ്പോൾ ഈ ജനങ്ങളോട് ഇത്രയും ഭൂരിപക്ഷം കൊടുത്താൽ ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങൾ അവരെ മണ്ടന്മാരാക്കുന്ന ഒരു രീതിയില്ലേ? അതില്ല CPM-ന്റെ MM മണി പറഞ്ഞ കണക്കാ. MM മണി പൊതുജനങ്ങളെ കഴുതകളാക്കിയത്. എന്നുവെച്ചാലും റോഡ് നീളം എല്ലാ ജില്ലാ ആസ്ഥാനത്തും ഇവിടെയും ജില്ലാ ആസ്ഥാനങ്ങളിൽ ജില്ലയുടെ പല ഭാഗങ്ങളും ഈ പലരെയും ഫ്ലെക്സുകൾ വെച്ചിരിക്കുകയാണ്. അത് തന്നെ. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇത് CPM-ഓ BJP ആയിരുന്നെങ്കിൽ ഇന്നിവിടെ അധികാരമേറ്റേനെ. എന്തായാലും ജയിച്ചു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി വേണമെന്ന് അവർക്ക് അറിയാമല്ലോ. നേരത്തെ തീരുമാനിക്കണം. പ്രഖ്യാപനം നടത്തി. അതല്ല, കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ 2 തെരഞ്ഞെടുപ്പ് നടക്കണം. MP സ്ഥാനം രാജിവെച്ചിട്ടേ മുഖ്യമന്ത്രി ആവാൻ പറ്റത്തുള്ളൂ. പിന്നെ 6 മാസം വെച്ച് MLA ആവണം. ജനങ്ങൾ കഴുതകളാണോ? ഈ MLA സ്ഥാനത്ത് നിന്ന് തോപ്പിച്ചാൽ എന്ത് ചെയ്യും? പിന്നെയും ഭരണം മാറ്റണം. പിന്നെ വേറൊരാളാവണം. അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടെ വേണം. അങ്ങനെ മുൻകൂട്ടി ഇവർക്കൊക്കെ മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങളെ നേരിട്ട് ജയിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അതെ, ഒരു ഉറപ്പുമില്ല. ഈ തുടരും എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ ഇപ്പൊ വൻ പരാജയം. അപ്പൊ ജനങ്ങളെ അവർ മുൻകൂട്ടി എങ്ങനെ ഇത്ര അങ്ങ് വിശ്വസിക്കുന്നത്? അതെ, ജനങ്ങൾ ബുദ്ധിമാന്മാരും സമർത്ഥരും അല്ലേ? ജനങ്ങളല്ലേ അധികാരികൾ? അതെ, ജനങ്ങളാണ് അധികാരികൾ. അപ്പോൾ ഇങ്ങനെ മുൻകൂട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് പോയി മത്സരിച്ചാൽ ജയിക്കുമെന്ന് മുൻകാലങ്ങളിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന K മുരളീധരൻ വരെ തോറ്റതാണ്. അതെ. അപ്പോൾ ഇത് ജനങ്ങൾ കേരളത്തിൽ പ്രബുദ്ധരായ ജനങ്ങളല്ലേ? അച്യുതാനന്ദൻ തോറ്റതാ. അതെ, അച്യുതാനന്ദൻ തോറ്റതാ. അതേ കണക്കൊരു ഭാഗ്യപരീക്ഷണം നിൽക്കുന്നതിന് ഇപ്പം
ഇപ്പൊ 62 MLA-മാരുണ്ട്. അതിൽ ആരെങ്കിലും ആക്കുക. പിന്നെ അല്ലെങ്കിൽ വനിതകൾക്ക് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാവും. വനിതകൾക്കോ പിന്നെ പുരുഷന്മാർക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. എന്തിനാ വേറൊരാളെ നിർത്തി തെരഞ്ഞെടുപ്പ്? ഒരു 2 ഇലക്ഷൻ നടത്തേണ്ട കാര്യം എന്താ? അത്ര ഗതികെട്ട പാർട്ടിയാണോ കോൺഗ്രസ്? എന്തായാലും ഇത് വളരെ മോശമായ ഒരു കാര്യമാണ് ഇത്രയും താമസിക്കുന്നത്. തർക്കമില്ലാത്ത കാര്യമാണ് അത്. കോൺഗ്രസിന്റെ കഴിവുകേട് തന്നെ. മലയാളി വാർത്ത രാംഭദ്രൻ.